ശബരിമലയിലെ കൊടിമരം പ്രതിഷ്ഠിക്കാനുള്ള തീരുമാനമെടുത്തത് UDF സർക്കാരിന്റെ ഭരണകാലത്തെന്ന് കണ്ടെത്തൽ. കോൺഗ്രസ് നേതാവ് MP ഗോവിന്ദൻ നായർ അധ്യക്ഷനായ ബോർഡാണ് 2014 കൊടിമരം പുനഃപ്രതിഷ്ഠിക്കാൻ തീരുമാനമെടുത്തത്. ഈ തീരുമാനം നടപ്പിലാക്കിയത് പിന്നീട് LDF സർക്കാരിന്റെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള UDFന്റെ ഭരണസമിതിയും. കൊടിമരത്തിന് ജീർണതയെന്ന ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതോടെയാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്. വിവരങ്ങൾ പ്രജിത് മോഹനാണ് നൽകുന്നത്. പ്രജിത്ത്, 2014 അവിടെ നിലവിലുണ്ടായിരുന്ന കൊടിമരം അതൊരു കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച കൊടിമരമാണ്. ഏതാണ്ട് നൂറ്റാണ്ട് കാലം ആ കൊടിമരം അവിടെ നിലനിന്നിരുന്നു. പിന്നീട് ഈ കോൺക്രീറ്റ് കൊണ്ടുള്ള കൊടിമരം ദേവഹിതത്തിന് എതിരാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു കൊടിമരം എന്ന ആശയം വരുന്നു. 2015 കോന്നിയിലെ വനമേഖലയിൽ നിന്നും തേക്കുമരം വെട്ടിക്കൊണ്ടുവരുന്നു. പിന്നീട് അത് പമ്പയിൽ എണ്ണത്തോണിയിൽ ഇട്ട ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് 2017 ജൂൺ മാസം 25-ാം തീയതി അവിടെ പുതിയ കൊടിമരം പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ ഈ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണല്ലോ ആ റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത്. അതിലും UDF കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. കാരണം പ്രയാറിൻ്റെ കാലത്താണ് ഈ പ്രതിഷ്ഠ നടക്കുന്നതെങ്കിൽ 2014 തീരുമാനമെടുക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ സർക്കാരും ദേവസ്വം ബോർഡും കൃത്യമായി ഭരിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ തന്നെ നേതൃത്വമായിരുന്നു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ശബരിമലയിൽ നടന്നിട്ടുള്ള കൊള്ളയിൽ കൂടുതൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതല്ലേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ? ഗൗതം, നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണം, പ്രത്യേകിച്ച് ഈ കൊടിമര മാറ്റവും എങ്ങനെയാണ് ഈ കൊടിമരം പുനഃപ്രതിഷ്ഠിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനങ്ങൾ പോയത് എന്നതിന് പിന്നിലെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് SIT പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതിയും അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. 2014 അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന UDF നിയമിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന MP ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. ഈ കൊടിമരം മാറ്റണം എന്നുള്ള തീരുമാനമെടുക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. അതിന് കാരണമായി കാണുന്നത് അന്നുണ്ടായിട്ടുള്ള ഒരു ദേവപ്രശ്നവും 2014 ജൂൺ 18 നടന്ന ഒരു ദേവപ്രശ്നമാണ്. ജൂൺ 18 നടന്ന ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയത് ഈ ശബരിമലയിലെ കൊടിമരത്തിന് അതിന് ജീർണതയുണ്ട്. അതോടൊപ്പം തന്നെ അതിന് മുകളിൽ പെയിന്റ് അടിച്ചതുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അതും ദോഷമായി എന്നുള്ളതാണ് ഈ ദേവപ്രശ്നത്തിൻ്റെ ഫലമായി വന്നത്. അങ്ങനെ ആ ദേവപ്രശ്നത്തിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം അത് പുതുക്കി പണിയണം എന്നുള്ളത്. അത് പുതുക്കി പണിയണം എന്ന് പറയുമ്പോൾ ഉത്തമമായിട്ടുള്ള തടി കൊണ്ട് നിലവിലുള്ള കോൺക്രീറ്റ് കൊടിമരം പൊളിച്ചു പണിയണം എന്നുള്ളതായിരുന്നു തീരുമാനം വരുന്നത്. അങ്ങനെ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇത് നടപ്പിലാക്കുന്നത് 2017 കാലയളവിലാണ്. അന്ന് LDF സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. പിണറായി വിജയനാണ് മുഖ്യമന്ത്രി, കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രി. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് അപ്പോഴും അന്ന് നേരത്തെ തന്നെ UDF നിയമിച്ചിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലുമൊക്കെ തുടങ്ങുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ 2014 UDFൻ്റെ കാലത്ത് കൊടിമരം മാറ്റാൻ തീരുമാനമെടുക്കുന്നു ദേവപ്രശ്നത്തിൻ്റെ പേരിൽ. അത് നടപ്പിലാക്കുന്ന സമയം 2017. ആ സമയത്ത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രിയായിട്ടുള്ളത് കടകംപള്ളി സുരേന്ദ്രനുമാണ്. എങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് UDFൻ്റെ നോമിനി, ദേവസ്വം ബോർഡ് മെമ്പറിൻ്റെ സ്ഥാനത്ത് UDFൻ്റെ നോമിനി. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ കൃത്യമായൊരു ഇന്ത്യ സഖ്യമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് ശബരിമലയുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ. അപ്പോൾ കൊടിമരം പുതുക്കി പണിഞ്ഞ സമയത്തുണ്ടായിട്ടുള്ളതായി പറയപ്പെടുന്ന പ്രശ്നങ്ങളിൽ പൂർണ്ണ ഉത്തരവാദിത്തം ഈ രണ്ട് സംവിധാനങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ്. അതായത് ഒന്ന് LDF സർക്കാരിനുമുണ്ട്, UDF നിയമിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും സെക്രട്ടറിയും അടങ്ങുന്ന ദേവസ്വം ബോർഡ് ഭരണസമിതിക്കുമുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഗൗതം. ശബരിമലയിലെ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും വലിയ ദുരൂഹതകളുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ 2014 ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുന്നത്. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. UDFൻ്റെ ഭരണമാണ്. അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭരണവും UDFൻ്റെ കയ്യിലാണ്. എന്നാൽ 2017 ഈ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സംസ്ഥാനത്ത് 2016 തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ UDFൻ്റെ നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലാകുന്നതാണ് ഈ ശബരിമലയിലെ ധ്വജസ്തംഭത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേർന്നത്.